എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ ഓട്ടോ സേവ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഓട്ടോ സേവ് നമുക്കത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. പലപ്പോഴും നമ്മൾ നമ്മുടെ എക്സൽ ഫയല് ഡാറ്റ എൻ്റർ ചെയ്തതിന് ശേഷം സേവ് ചെയ്യാതെ എക്സിറ്റ് ചെയ്ത് പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം ബൈ മിസ്റ്റേക്കിൽ. അങ്ങനെ സേവ് ചെയ്യാതെ എക്സിറ്റ് അടിച്ച് പോയാൽ നമ്മുടെ ഡാറ്റകൾ മിസ്സാവാൻ പാടില്ല. അത് നമ്മുടെ എക്സൽ തന്നെ ഓട്ടോമാറ്റിക് സേവ് ചെയ്ത് തന്നാൽ അത് നമുക്ക് വലിയൊരു ഉപകാരമായിരിക്കും. അതിനായിട്ട് ഫയലിൽ നമുക്കൊരു ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ആക്കേണ്ടതുണ്ട്. അത് ഫയലിൽ നമ്മൾ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ്റെ അണ്ടറിൽ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അത് ഓണാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കസ്റ്റമൈസ് റിബൺ എന്ന് പറഞ്ഞാൽ അത് ക്ലിക്ക് ചെയ്യാം. അതിൽ ഇതാ കിടക്കുന്നു നമുക്ക് ഡെവലപ്പർ ഓപ്ഷൻ. ഞാൻ അതിൽ ഓൾറെഡി അത് എനേബിൾഡ് ആക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ടിക്ക് മാർക്ക് കിടക്കുന്നത്. ഓക്കെ, അത് ടിക്ക് കൊടുത്തതിന് ശേഷം ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കണ്ട അത് വരും. ഓക്കെ, അതിനുശേഷം നമ്മൾ ഷീറ്റ് നെയിമിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് വ്യൂ കോഡ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ദിസ് വർക്ക് ബുക്ക് എന്നുള്ള ഭാഗം നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിലെ വർക്ക് ബുക്ക് സെലക്ട് ചെയ്യുക. വർക്ക് ബുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പുറത്ത് ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കണ്ട, രണ്ടാമത്തെ സെക്ഷനിൽ ഓപ്പൺ എന്ന് പറഞ്ഞിട്ട് കണ്ട. അപ്പം നമുക്ക് അതിൽ നമുക്ക് വർക്ക് ബുക്ക് എടുത്തതിന് ശേഷം ഓപ്പണിൽ നമുക്ക് അതിൽ സെലക്ട് ചെയ്യാം, സെലക്ഷൻ ചേഞ്ച്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു കോളത്തിൽ നിന്ന് വേറൊരു കോളത്തിലേക്ക് അല്ലെങ്കിൽ ഒരു റോ ഒന്ന് അടുത്ത റോയിലേക്കോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഓക്കെ, ഇതിൽ നമ്മൾ ചെറിയൊരു കോഡ് മുകളിലത്തെ ആ ഒരു മെമ്മറി ഡിക്ലറേഷൻ നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് നമ്മൾ VBA കോഡ് ക്രിയേറ്റ് ചെയ്യണതാണ്. ഇതിലൊരു സിമ്പിൾ VBA കോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അത് എന്താന്ന് നമുക്ക് നോക്കാം. അതിൽ ദിസ് വർക്ക് ബുക്ക് ഡോട്ട് സേവ് എന്നുള്ളതാണ് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത്. ദിസ് വർക്ക് ബുക്ക് ഡോട്ട് സേവ്. അതടിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സേവ് കൊടുക്കണം. സേവ് കൊടുക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരും മാക്രോ ഫ്രീ വർക്ക് ബുക്ക്. മാക്രോ ഫ്രീ വർക്ക് ബുക്ക് ആയിട്ടല്ല നമുക്കത് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ യെസിന് പകരം നോ അടിക്കുക. നോ അടിച്ചതിന് ശേഷം നമുക്ക് മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് ആക്കണത്. അതിനുശേഷം സേവ് ഫയൽ നെയിം നമുക്ക് ഓട്ടോ സേവ് തന്നെ കൊടുക്കാം. ഓക്കെ, ഓട്ടോ സേവ് എന്ന് കൊടുത്തതിന് ശേഷം സേവ് ആസ് ടൈപ്പ് കണ്ട, അതിൽ നമ്മൾ വർക്ക് ബുക്ക് എനേബിൾഡ്, അതായത് മാക്രോ എനേബിൾഡ് വർക്ക് ബുക്ക് ആക്കി മാറ്റണം. എന്നിട്ട് സേവ് കൊടുക്കുക. ഇനി അത് എക്സിറ്റ് അടിക്കുക. ഇനി നമുക്ക് ഡാറ്റ എൻട്രി ചെയ്യാം. ഇനി ഡാറ്റ എൻട്രി ചെയ്തിട്ട് നമ്മൾ സേവ് ആവുന്നതായിരിക്കും, ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവുന്നതായിരിക്കും. എന്ത് ഡാറ്റ എൻട്രി ചെയ്താലും. കോളം മാറിപ്പോയതാണ്, റോ മാറിപ്പോയി, സെല്ല് ഒക്കെ മാറിപ്പോയി. ഓക്കെ, ഡിസ്ക്രിപ്ഷൻ എന്നുള്ള കുളത്തിൽ നമുക്ക് മാംഗോ എന്ന് അടിക്കാം. മാംഗോ എന്ന് അടിച്ചതിന് ശേഷം അതിൽ ക്വാണ്ടിറ്റി 10 kg. നമുക്ക് റേറ്റ് വേണ്ട, വെറുതെ എമൗണ്ട് ജസ്റ്റ് സേവ് ആവുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എമൗണ്ട് അടിച്ചു. അതിനുശേഷം നമ്മൾ അടുത്തൊരു ആപ്പിൽ നിന്ന് അടിച്ചു. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ അടിച്ചു കൊടുക്കുന്നു. 5 എന്നുള്ള ക്വാണ്ടിറ്റി അടിച്ചു. അതിനുശേഷം അതിൻ്റെ എമൗണ്ട് 500 എന്ന് അടിച്ചു. ഓക്കെ, അടുത്തത് നമുക്ക് ഒരു ഡാറ്റയും കൂടി ഓറഞ്ച് എന്ന് അടിച്ചു കൊടുക്കാം. അത് വീണ്ടും തെറ്റി.